അവിടെ കറണ്ട് പോവാന്നാ പറയണേ. മഴ ഒന്ന് മാറിയിട്ട് ഇതാ പോരെ. ഇതിനകത്ത് കയറി വേട്ടാവളിയും കൂട് വെച്ചെന്നാ ഇത്. എന്നാ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ മഴയത്തൊക്കെ കുഴപ്പമില്ല സുഹൃത്തെ, ആ കറണ്ടിൽ കുരുത്തവനാണ്. എന്തേടാ തങ്കം? എന്തേ തങ്കം? അമ്മ വിളി. അമ്മ അന്വേഷിച്ചു ആന്റി. ഗീത ചേച്ചി പണി പറ്റിച്ചല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ. എന്തായിട്ട് നീ കാണിച്ചു വെച്ചേക്കുന്നേ? കാണിച്ചു വെച്ച എന്താ കാണിച്ചു വെച്ച്? എന്റെ മോളുടെ ഫോട്ടോയാന്ന് പറഞ്ഞ നാട്ടുകാർക്ക് മൊത്തം നീ അയച്ചു കൊടുത്ത എന്ത് ഫോട്ടോയാ? ചേച്ചിയുടെ മോളുടെ ഫോട്ടോ അല്ലേ? ചേച്ചിയുടെ മോളാണല്ലോ നിക്കുന്നത്. എന്റെ മോളുടെ ഫോട്ടോ അല്ല അത്, ആരോ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയ ഫോട്ടോയാ. അതിന് എന്റെ മോളുടെ ഫോട്ടോ എന്ന് പറഞ്ഞ നാട്ടിൽ മൊത്തം അയച്ചു കൊടുത്തേക്കുന്നു. എന്തു വെച്ചി? ഞങ്ങൾക്ക് നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്റെ മോളുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഏതോ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തേക്കുന്നു. അങ്ങനെയല്ല അത് പിന്നെ ചേച്ചിക്ക് അയച്ചു തന്നല്ലേ? എനിക്ക് ഓമന അയച്ചു തന്നതാ. ഏത് ഓമന ചേച്ചി? മറ്റേ ബ്രോക്കർ പണിക്കൊക്കെ പോകുന്ന നുണ പറയാ ഓമന ചേച്ചി ഇല്ലേ? എന്റെ പൊന്നെ, ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഞാനല്ലല്ലോ. ചേച്ചി ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തേ. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്ക് അത് അയച്ചു തന്നതാ. ചേച്ചിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞു. ഏത് ഓമന ചേച്ചി ആയാലും കൊള്ളാം. ആ ഫോട്ടോ കണ്ടാ മനസ്സിലാവൂല. ഇതെന്തൊരു കഷ്ടമാ. അത് കഷ്ടമൊന്നും വന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഫോണിൽ വരുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക് അതൊന്നും നമുക്ക് അറിയത്തില്ല. ചേച്ചി കണ്ട ചേച്ചിയുടെ മോളെ പോലെ തന്നെ ഇരിക്കും. ഓമന ചേച്ചിനെ എടുക്കട്ടെ. കാണ്. അയ്യോ, വാട്സപ്പ് അതിലല്ലേ അയച്ചു. ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത്. നിങ്ങളെ ഞാൻ എന്തായാലും പോലീസിൽ കയറ്റിയിരിക്കും. നിങ്ങളുടെ വീട്ടിലൊരു പോലീസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന് വിചാരിക്കണ്ട. ഇതിനകത്ത് ഉണ്ടായിരുന്നു, അവര് ഡിലീറ്റ് ചെയ്തതാ. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഞങ്ങൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കാരണം. ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് എന്റെ മോളുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് നാട് മൊത്തം അയച്ചാൽ മതിയല്ലോ. ഞങ്ങളല്ലല്ലോ ഫോട്ടോ ഇട്ടത്. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലോട്ടാ. ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഈ ഉള്ള ഗ്രൂപ്പിലെല്ലാം എന്തെങ്കിലും കിട്ടിയോ? ചേച്ചി എന്തിനാ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? ഞാനല്ല, ഡിലീറ്റ് ചെയ്തത്. ഡിലീറ്റ് ഫോർ എവരിവൺ. അന്നെങ്കിൽ ഓമൻ ചേച്ചിനെ വിളിച്ച് പറഞ്ഞൂടെ അയച്ചു തരാം. എന്തെങ്കിലും കിട്ടി എന്തിനാണ് വ്ലോഗ് മൊത്തം അറിയിക്കണേ? അതുപോലെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ 10 പേരോട് പറഞ്ഞില്ല നെഞ്ചു പോകത്തില്ലേ? ഒന്ന് മിണ്ടായിരിക്കും. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഓമന ചേച്ചി ഇത് ഇവിടെ വന്ന് തൊള്ള തുറന്നിട്ട് പോയി. നിങ്ങൾ ആ ഫോട്ടോ എന്തിനാ ഡിലീറ്റ് ചെയ്ത്? എനിക്ക് അവരെ കാണിച്ചു കൊടുക്കാനായിരുന്നു. നിങ്ങളല്ലേ എനിക്ക് അയച്ചു തന്നത്. ഹലോ ഹലോ ഹലോ, കട്ടും ചെയ്ത് എന്താ പറഞ്ഞേ? അത് ഈ ഫോൺ ഞാൻ തല്ലി പൊട്ടിച്ച് കളയും. അവരെ ഓമന ചേച്ചി പറയണ അത് സംശയമാണ്. എല്ലാരും പറയണത് വേറെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്ത ഫോട്ടോയായിരുന്നു തോന്നുന്നു. എന്റെ ദൈവമേ. ചേച്ചി അയച്ചു കൊടുത്ത മാത്രമല്ല, വോയിസ് മെസ്സേജും ഉണ്ടായിരുന്നു. ആണോ? വിത്ത് പ്രൂഫ്. എന്താന്ന് വെച്ചാ അയക്കും. ഓരോ ദിവസം ഓരോ. നീ ഇപ്പൊ എന്തിനാ ഇവിടെ പറയുമ്പോ ഇവളെന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കുക? അതല്ല സത്യം. ദൈവമേ, ഭാഗ്യത്തിന് ഞാൻ ആർക്കും അയച്ചില്ല. ഇതിപ്പോ പ്രശ്നമോ? വിവരസാങ്കേതിക മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, സൈബർ സെല്ല്, പിന്നെ പോലീസ് സ്റ്റേഷൻ. നമ്മളിനി എന്ത് ചെയ്യും മോനെ? നമ്മളല്ല, നിങ്ങളുടെ ഫോണിൽ നിന്നാണ് പടക്കത്തിന് തിരി കൊളുത്തിയേക്കുന്നത്. ഒറ്റയ്ക്ക് നോക്കണ്ട, എപ്പോഴേ പോയി. ഒന്ന് പൊട്ടിക്കറിയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതൊരു 10 പേരെ പല രീതിയിൽ അറിയിപ്പിച്ചില്ലെങ്കിൽ സൂക്കേട്. ഇതോടെ അതങ്ങ് തീരട്ടെ. കരയരുത്. നീ എന്തോരം കരയാൻ കിടക്കുന്നു. പ്രശ്നമാണ്. ആ പെണ്ണുമ്പോൾ ഒട്ടും മാറത്തില്ല. കാര്യമുണ്ടോ?